നമ്മുടെ സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവി വന്നു. അദ്ദേഹം സാധാരണ നടപടിക്രമം അനുസരിച്ച് ഗവർണറെ കാണാൻ ചെല്ലുന്നു. ഗവർണറെ കണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിൽ ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടുത്ത് അതൃപ്തി അറിയിച്ചു എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ നിലക്ക് നമ്മുടെ പോലീസ് മേധാവി അവിടെ പോയിട്ട് വന്നിട്ട് പത്രക്കാരോടത് പറയില്ലല്ലോ. അപ്പോൾ അത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പോയതാണെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഗവർണറുടെ അടുത്ത് നിന്ന് പോലും അങ്ങനെ വാർത്തകൾ പോയാൽ പിന്നെ ഞങ്ങളുടെ അടുക്കേന്ന് വാർത്ത പോകുന്നതിന് എന്തിനാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്നതെന്ന് ചിലപ്പോൾ പറയുന്നില്ലെങ്കിൽ മനസ്സിൽ തോന്നിയേക്കാരം. അങ്ങനെ മനസ്സിൽ തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത് നടപടിക്രമം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേത് ഉന്നതനായാലും നടപടിക്രമം പാലിച്ചിരിക്കണം. ഗവർണർ അവിടെ കുറച്ച് പോലീസുകാർ കൂടി വേണമെന്ന് തോന്നുന്നു, ആവട്ടെ, അത് ആവശ്യപ്പെടുന്നു. പക്ഷെ ആവശ്യപ്പെടേണ്ട രീതിയുണ്ട്. ആവശ്യപ്പെടേണ്ടത് ഗവർണറായതുകൊണ്ട് നേരെ പോലീസ് മേധാവിയെ വിളിച്ച് കുറച്ച് പോലീസുകാരെ ഇങ്ങ് അയച്ചതെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവും കൊടുക്കാൻ പറ്റില്ല. അത് സാധാരണ ഗവൺമെൻറ്റിൽ വന്ന് ഗവൺമെൻറ്റാണ് നടപടി എടുക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലും നടപടിക്രമം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നടപടിക്രമം തെറ്റിക്കൊണ്ട് നിങ്ങളൊരു കാര്യവും ചെയ്യേണ്ടതില്ല. എന്നാൽ നടപടിക്രമം പാലിച്ചുകൊണ്ട് വേഗതയിൽ കാര്യങ്ങൾ നിർവഹിക്കുക. ഇതാണ് നമ്മുടെ നാടിനാവശ്യമായിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.